എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Ace of Pentacles, Tower Movement, okay. World card, Ten of Cups, Nine of Pentacles, Three of Swords. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതേസമയം തന്നെ ചില സങ്കടങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ വളരെ ഒരു ദുരന്തമോ സങ്കടമോ ആയി പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ കൂടിയും മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു ദുരന്തമായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പാഠവും മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സോ ഈ ഒരു സമയം നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ പുതിയ ജോലി ലഭിക്കുന്നവർ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യ പടി അല്ലെങ്കിൽ ആദ്യ ചടങ്ങ് എന്നുള്ള രീതിയിൽ തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വരുമാന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പണി കഴിപ്പിക്കണമെങ്കിൽ അതിന് തറക്കല്ലിടുന്നതോ അല്ലെങ്കിൽ അതിന്റെ പണി തുടങ്ങുന്നോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ തുടങ്ങാവുന്ന ഒരു സാഹചര്യമാണ്. വളരെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എല്ലാ അർത്ഥത്തിലും കാണിക്കുന്നത്. ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. പ്രകൃതി, നാടിന്റെ സൗന്ദര്യം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി ആയിരിക്കാം. പക്ഷേ സാഹചര്യവശാൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കാൻ പണം ഏറ്റവും വലിയതല്ല എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ നടക്കാൻ പണം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് കുടുംബജീവിതം മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളൊരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് താല്പര്യമില്ല എങ്കിൽ കൂടിയും പോകേണ്ടി വരുന്ന സാഹചര്യം. അപ്പൊ അതിനുള്ള ആദ്യപടി എന്നുള്ള രീതിയിലുള്ള ഒരു തുടക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിസയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആപ്ലിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. ഇനി ടവർ മൂവ്മെന്റ് ആണ്. ടവർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ, ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് നയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ വരുത്തണമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ചിന്തകൾ മാത്രമാണ്. അല്ലെങ്കിൽ സംസാരത്തിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും വലിയ വലിയ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ചലഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. ഇപ്പോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു മാറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ജോലി ഒരേ സമയം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ചില ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം നല്ലൊരു സമയമാണ്. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞിരുന്നു. പുതിയ ജോലി കിട്ടാനും അവസരമുണ്ട്. അതേസമയം തന്നെ ഈ മാസം ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ്. കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മാസം പുതുമയാണ് എല്ലാത്തിലും. നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ നിങ്ങൾ പുതിയ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ പുതിയ ജോലി, മറ്റൊരു ജോലി നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ ഈ ഒരു ജോലിയുടെ കാളും മികച്ച ശമ്പളമൊന്നും ഇല്ല, ഒരുപോലെയൊക്കെ തന്നെയാണ് എങ്കിലും ആ ഒരു ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ നിങ്ങളായിട്ട് രാജിവെച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം നിങ്ങളായിട്ട് ആ തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലേക്കാണ്. അപ്പൊ ഇതെല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടുള്ള ഒരു മാറ്റം ആയിരിക്കില്ല ഇത്. പെട്ടെന്ന് നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതായിരിക്കാം.
നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് അവരവരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ഫിസിക്കൽ വേൾഡിൽ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കൈകളിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പ്രണയിച്ച വ്യക്തി, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വളരെ അടുപ്പമുള്ള വ്യക്തി നിങ്ങൾ ദൂരെ പോകുന്നതായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കാണിക്കുമ്പോൾ നിങ്ങളോട് അടുപ്പമുള്ള ആളുകളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു അകന്നു പോകുന്നത് നിങ്ങൾക്ക് സങ്കടം തരുന്ന കാര്യമാണെങ്കിൽ കൂടിയും അത് നിങ്ങൾക്കൊരു വലിയ പാഠമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും അറിയാനും പഠിക്കാനും പല ആളുകളുടെയും സാഹചര്യങ്ങളുടെയും വില മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് പെട്ടെന്ന് ഇടിവെട്ടിയ പോലത്തെ പെട്ടെന്നുള്ളൊരു ആഘാതം വരുന്ന സമയമാണ്. അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കടം തിരികെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കടം വാങ്ങിച്ച് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ജപ്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളായിട്ട് എന്തെങ്കിലും കടുത്തൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാവുന്ന ഒരു സമയമാണ്. കാരണം ഇവിടെ വളരെയധികം കർമ്മയാണ്. അപ്പോൾ പണിയെടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതായത് പല കാര്യങ്ങളും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ നിങ്ങൾ ഒരു സമയത്ത് ആ ഒരു കോഴ്സ് ചെയ്യുന്ന വ്യക്തികളെ കണ്ടിട്ട് അവരുടെ ജീവിതത്തിലെ ആഡംബരമോ അല്ലെങ്കിൽ അവര് പറയുന്ന ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അതിന്റെ ഭംഗിയിൽ വീണു പോയിട്ടായിരിക്കാം അതിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് എന്താണോ അതാണ് നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി നൽകുന്നത്. പിന്നീട് മുന്നോട്ടേക്ക് പോകും തോറും നിങ്ങൾക്കത് മനസ്സിലാകുകയും എല്ലാത്തിനും നല്ലതും ചീത്തയും ഉണ്ട്. ഒരു വ്യക്തിക്ക് നല്ലത് എന്ന് പറയുന്നത് അതിന്റെ നെഗറ്റീവ് വശങ്ങൾ അവർക്ക് പ്രശ്നമല്ലായിരിക്കും, കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോസിറ്റീവ് സൈഡിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. 10 ഓഫ് കപ്സ് എനർജിയാണ്. ഒത്തിരി സന്തോഷം തരുന്ന കാര്യം ഈ ഒരു മാസം അവസാനത്തിൽ വരുന്നുണ്ട്. ഈ മാസത്തിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് അവിടെയും ഇവിടെയും സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ഒരു മാസം വളരെയധികം സുഖദുഃഖ സമ്മിശ്രമായിട്ടൊന്ന് പറയാം. കാരണം ചില കാര്യങ്ങളിൽ നെഗറ്റീവ്, ചിലത് വളരെയധികം അത്യധികം പോസിറ്റീവ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും. ജീവിതം കാലചക്രം എന്ന് നമ്മൾ പറയുന്നത് അത് ചിലപ്പോൾ നല്ലതും ചിലപ്പോൾ ചീത്തയും ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി സങ്കടപ്പെടാതെയും പോസിറ്റീവ് വരുമ്പോൾ ഒത്തിരി സന്തോഷിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. എന്തായാലും 10 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് സന്തോഷമാണ്, ആഗ്രഹ സബലീകരണമാണ്, സുഹൃത്തുക്കളും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒത്തുകൂടലാണ്, ഹാപ്പി മൊമെന്റ്സ്, സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം കുടുംബജീവിതത്തിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും സാഹചര്യവും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും മറ്റുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ അടുത്തുണ്ടാവുന്ന അല്ലെങ്കിൽ മക്കളെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരുമിച്ച് കൊച്ചുമക്കളോ അങ്ങനെയൊക്കെ കുടുംബം ഒരുമിച്ച് ചേരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതേപോലെ 9 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. വളരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും വളരെ സംതൃപ്തി നൽകുന്ന സാഹചര്യം കുടുംബത്തിൽ മറ്റും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റാരെങ്കിലും നല്ലൊരു ജോലിയോ നല്ലൊരു വരുമാന മാർഗം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യം കുടുംബം എന്നുള്ള ഇതില് സാഹചര്യം വരുന്നത് നിങ്ങൾക്ക് കൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമാനവും മറ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫാമിലി ചിലപ്പോൾ നിങ്ങളുടെ സ്പൗസിന് ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളോ സഹോദരനോ ആ ഒരേ ഫാമിലിയിൽ താമസിക്കുന്ന വ്യക്തികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടിയിട്ട് നല്ലൊരു സാഹചര്യം വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള നിങ്ങളുടെ ബ്ലഡ് റിലേഷനിലുള്ള രക്തബന്ധത്തിലുള്ള ആരോ ഒരാൾക്ക് വലിയൊരു പേരും പ്രശസ്തിയിലേക്കും പോകുന്ന അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ മറ്റേതെങ്കിലും മേഖലയിൽ ഒരു അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. 3 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 3 ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യം എന്ന് ഇതിനെ പറയാൻ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ചില ആളുകൾക്ക് പ്രണയം നൈരാശ്യമായേക്കാം. അതിപ്പോ എല്ലാവരിലും പ്രണയ നൈരാശ്യം തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു അകൽച്ച എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അടുത്തുണ്ടാവില്ല, പക്ഷെ മാനസികമായിട്ട് അടുപ്പം ഉണ്ടാകും. കാരണം നിങ്ങൾ ചിലപ്പോൾ ദൂരയാത്ര പോകുന്നുണ്ടാവും, ദൂരെ വിദേശ യാത്രയ്ക്ക് പോകുന്നതായിരിക്കാം. അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബന്ധമായിരിക്കാം. അതാവാം ചില ആളുകളിൽ. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിലൊരു വലിയൊരു ആർഗ്യുമെന്റ് ഒക്കെ, വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ തമ്മിൽ ഇനി ചേർന്ന് പോകില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കും വന്നെത്താനുള്ള ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ അതായത് ഇത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലോ പ്രണയിക്കുന്നവരോ തമ്മിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ മറ്റ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.